ചിക്കൻ കറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണല്ലേ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ചിക്കൻ റോസ്റ്റ്. അതിനായിട്ട് ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി കുറച്ച് വലിയ പീസസിന് ഇരുന്നോട്ടെ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കശ്മീരി മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 hour അടച്ചു വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പെപ്പറും പെരിഞ്ജീരകവും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റിംഗ് ആണ്. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് മല്ലിപ്പൊടി നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഡിഷിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വഴറ്റുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചും തുറന്നു കൊടുത്തും വഴറ്റി കൊടുത്താണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. മല്ലിപ്പൊടി എല്ലായിടത്തും ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ പെപ്പറും പെരിഞ്ജീരകവും കറിവേപ്പിലയും അതൊന്ന് മിക്സ് ചെയ്തൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് നേരെ ചിക്കനിലോട്ട് വരാം. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വറ്റാനും അടി പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല കെയർഫുൾ ആയിരിക്കണം. ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ദൂരെ ഒരിടത്തും പോയി കളയരുത്. അതിനുശേഷം തുറന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ 1 സ്പൂണും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് കോട്ടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലേക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സവാള ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറും കേട്ടോ. കുറച്ചും കൂടെ മോയിസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആവും. അപ്പം ചിക്കനും സവാളയും എല്ലാം ഒന്നിച്ചിടന്ന് വെന്തോട്ടെ. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചിടുക. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഇനി തുറന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്ന കാരണം ആ ഗ്രേവി അല്ലെങ്കിൽ മസാല ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനും ഇച്ചിരി ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിൽക്കാനും ഹെൽപ്പ് ചെയ്യും. ഞാനിതുപോലെ 2 പ്രാവശ്യം തുറന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം റെഡിയായി വരും. ചിക്കനൊക്കെ നല്ല ഡാർക്ക് കളറായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്തൊരു പരുവത്തിലാവും ഇതുപോലെ. അപ്പോഴേക്കും ചിക്കൻ റോസ്റ്റ് റെഡിയായി എന്നാണ് അർത്ഥം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില പുറത്ത് തൂക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. എന്നിട്ട് ചൂടോടുകൂടി വിളമ്പാം. ഞാനിത് ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. ചപ്പാത്തിക്ക് പുറമെ ഒറട്ടി, പത്തിരി, അപ്പം, ദോശ, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പെയർ ചെയ്യാം. എനിക്ക് ഈ ഡിഷിലുണ്ടല്ലോ ചിക്കൻ്റെ പീസസിനെക്കാട്ട് കൂടുതൽ ഇഷ്ടം ആ സ്പൈസി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. ഇച്ചിരി ഒന്ന് എഫേർട്ട് എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്റ്റാർ ആവാം.